ഹായ് ഫ്രണ്ട്സ്, അപ്പം ഭൂമി വാങ്ങുന്നതിനെ പറ്റിയുള്ള രേഖകളിൽ അവസാനത്തേത് ലൊക്കേഷൻ സ്കെച്ചാണ്. ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള രേഖയാണ് ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഭൂമി വാങ്ങിക്കുന്നതിന് എന്തൊക്കെ രേഖകളാണ് ശ്രദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഒരു സ്ഥലം വാങ്ങാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സൈറ്റിന് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും. 3 to 4 ഡേയ്സിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടുകൂടി അതിനെ ഫേസ് ചെയ്യുന്നതായിരിക്കും, അതിനോട് അടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഞാനും ഇതുപോലൊക്കെ നേരത്തെ ഈ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളിലോ പണ്ടൊക്കെ ഒരാവശ്യത്തിന് പോകുമ്പോഴത്തേക്കും ഇവരുടെ ഈ ലേറ്റും ഇവരുടെ താമസവും ഒക്കെ കാണുമ്പോഴത്തേക്കും ഞാനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനും ഈ മേഖലയിൽ വന്നിട്ട് കുറച്ച് നാൾ ഇതിനകത്ത് വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ക്ഷമ വേണ്ട ഒരു പണിയാണ്. ഒരാൾ സർട്ടിഫിക്കറ്റ്സിന് വരുന്നതിനേക്കാളും പണിയാണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക്. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പഞ്ചായത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുതൽ ചെയ്ത് കുറേ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതെല്ലാം ചെയ്ത് വർക്ക് വന്ന് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും സൈറ്റ് ഔട്ടെന്നും പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ ടൈം ഔട്ടെന്ന് പറയും. അപ്പോൾ ഈ സെർവർ ഔട്ടായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ഓക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഇടയ്ക്കൊന്നും ചെയ്തു തുടങ്ങാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ഒന്നേന്ന് ചെയ്തു തുടങ്ങണം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഇപ്പം ഞാൻ അക്ഷയ സെൻറ്ററിൽ ഇരിക്കുന്നവരെയോ ജനസേവയിൽ ഇരിക്കുന്നവരെയോ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ അവരെ ന്യായീകരിക്കാനോ ഒന്നും പറഞ്ഞതല്ല. പൊതുവേ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ സൈറ്റിൽ പുറത്തു നിന്ന് പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സെൻറ്റേഴ്സിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് സ്പീഡിയായിട്ട് ചെയ്തു തരുന്ന ആളുകളും ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നല്ല ഒരു സെൻറ്റർ നോക്കി നല്ല സർവീസ് കിട്ടുന്നിടത്ത് നോക്കിയിട്ട് പോയി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക എന്നതേ ഉള്ളൂ. അതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതാവേണ്ടത് കൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി ഓരോ കാര്യത്തെയും അപ്രോച്ച് ചെയ്യുക എന്നതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.